സമയത്ത് സഹോദരങ്ങളെ, നല്ല രൂപത്തിൽ നടക്കുന്ന മനുഷ്യന്മാര്, ഈമാനും അമലും നിറഞ്ഞ രൂപത്തിൽ നടക്കുന്ന ആളുകൾ, ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ, അല്ലാഹു തആല പറയുന്നുണ്ട് അവർക്ക് നല്ല സന്തുഷ്ടമായ ജീവിതം നൽകും, ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകൂല. ഈമാനിലും അമലിലും കുറവുണ്ടോ പരിഹരിക്കാൻ വേണ്ടി അല്ലാഹു തആല ചേഞ്ച് തരും, രോഗങ്ങളെ തരും, പരീക്ഷണങ്ങളെ തരും, പല ജാതി പരീക്ഷണങ്ങൾ തരും. നമ്മുടെ ഈമാനിന്റെയും അമലിന്റെയും കുറവനുസരിച്ച് അതിന്റെ തോത് വർദ്ധിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ എത്ര കൊല്ലം ജീവിച്ചു? 90 കൊല്ലം ജീവിച്ചു. 40 നൂറ്റാണ്ടോളം വഅള് പറഞ്ഞവർ നന്നായി 90 കാലം ഇരുന്നവർ. 40 കൊല്ലം വഅള് പറഞ്ഞ മഹാൻ 90 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. ആ 90 വർഷത്തിൽ വഫാത്തിന്റെ തൊട്ട് മുമ്പ് ഒരു ചെറിയ പനി വന്നു എന്നതല്ലാതെ അതിനു മുമ്പ് ഒരു രോഗവുമില്ല, ഒരസുഖവുമില്ല. 40 കൊല്ലം രാത്രി ഉറക്കമൊഴിച്ച മഹാനാണ്. എന്തെങ്കിലും ക്ഷീണം വന്നിട്ടുണ്ടോ? ഇല്ല. ഇന്നലെ രാത്രി എങ്ങാനും ഭാര്യക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയി ഉറക്കമൊഴിക്കേണ്ടി വന്നാൽ പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോഴേക്ക് ആളുകൾ പറയുന്ന ഒരു ക്ഷീണുണ്ടല്ലോ, മുഖത്ത് ക്ഷീണുണ്ടല്ലോ, ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഇന്നലെ വൈഫിന് അസുഖമായതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഉറക്കം വെച്ച് ഇങ്ങനെ കാത്തിരിക്കേണ്ടി വന്നു, മകന് അസുഖമായതുകൊണ്ട്, മകന് വരാനുണ്ടായതുകൊണ്ട് അതിന്റെ ക്ഷീണം പിറ്റേന്ന് തന്നെ അനുഭവിക്കാൻ 40 കൊല്ലം നിത്യമായിട്ട് രാത്രി ഉറക്കം വെച്ച് നിസ്കരിച്ചു. ആരോഗ്യ പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല. രാത്രി സമയത്ത് തീരെ ഉറങ്ങാത്ത സഹാബിയാണ് ബഹുമാനപ്പെട്ട സുലത്ത് ബിൻ അശ്യം അൽ-അദവി റളിയല്ലാഹു അൻഹു. സുലത്ത് ബിൻ അശ്യം അൽ-അദവി റളിയല്ലാഹു അൻഹു 40 കൊല്ലമല്ല ജീവിതത്തിൽ രാത്രി ഉറങ്ങാറില്ല അധികവും. പകല് സമയം നോക്കിയാൽ ഉറങ്ങിയ ആള് എഴുന്നേറ്റ് വരുന്ന ഉണർവ് പോലെ മുഖത്ത് കാണാം. രാവിലെ നന്നായി രാത്രി 4-5 മണിക്കൂർ ഉറക്കം കിട്ടിയാൽ രാവിലെ വരുമ്പോ മുഖത്തൊന്നൊരു സന്തോഷം ഉണ്ടാവും. അതേ മോഡൽ ഉണ്ടാവും സുലത്ത് ബിൻ അശ്യം റളിയല്ലാഹു അൻഹുവിന്റെ മുഖം. പലരും പറയും രാത്രി ഉറങ്ങാതെ ഇങ്ങനെ ഒരു സൗന്ദര്യം കിട്ടി അല്ലാഹു തആല കൊടുത്ത വല്ലാത്തൊരു തൗഫീഖാണ്. ഈമാനിന്റെയും അമലിന്റെയും കട്ടിയും കനവും അനുസരിച്ച് അല്ലാഹു തആല അവരുടെ ജീവിതത്തിന് യാതൊരു കുഴപ്പമില്ലാതെ ഒരു പ്രശ്നമില്ലാതെ നല്ല സന്തോഷങ്ങൾ നൽകുകയാണ്. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് 10 കൊല്ലം ഖിദ്മത്ത് എടുത്ത കുട്ടിയാണ് സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. വലിയ ഭാഗ്യം കിട്ടിയ മഹാനാണ്. മുത്തുനബി തങ്ങൾക്ക് 10 കൊല്ലം ഖിദ്മത്ത് എടുക്കാൻ ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഭാഗ്യ. ആ അനസ് റളിയല്ലാഹു അൻഹു അല്ലാഹു വലിയ ആയുസ് നൽകി. 100-ലധികം വർഷം ജീവിച്ച മഹാൻ. അല്ലാഹു തആല അവിടത്തേക്ക് സന്താന സൗഭാഗ്യങ്ങൾ നൽകിയതും ചെറുതല്ല, സാമ്പത്തിക പുരോഗതി നൽകിയതും ചെറുതല്ല. 100 മക്കളെ അല്ലാഹു തആല സ്വന്തം മുതുകിൽ നിന്ന് തന്നെ നൽകിയിട്ടുണ്ട്. പേരക്കുട്ടികളെ കണക്കല്ല കേട്ടോ, സ്വന്തം മക്കളെ കണക്ക്. നിനക്കൊരു ആരോഗ്യം വേണം, ആഗ്രഹിച്ചാ പോരാ. 100 മക്കളെ. സാമ്പത്തിക പുരോഗതി അത്രയും വിശാലായിട്ട് കിട്ടിയത്. ഇത് രണ്ടും ഇത്രയും വാരിക്കോരി കിട്ടാനുള്ള കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഖിദ്മത്ത് കൊണ്ട് കിട്ടിയ വലിയ ഭാഗ്യമാണ്. ചെറിയ ഭാഗ്യമൊന്നല്ല. 10ാമത്തെ വയസ്സിലാണ് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നത് മുത്തുനബി തങ്ങളുടെ അടുത്തേക്ക്. 10ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന 5ാം ക്ലാസ്സിലെ കുട്ടിയുടെ വയസ്സാ. 10ാമത്തെ വയസ്സിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു മുത്തുനബി തങ്ങളോട്, എന്റെ മോൻ അനസാണ്, ഈ കുട്ടിയോട് എന്ത് പറഞ്ഞാലും കുട്ടി കേട്ടോളും, കുട്ടി ഇവിടെ ഖാദിമായിട്ട് എന്റെ ഒരു പ്രസന്റേഷനാണ്, സ്വീകരിച്ചോളൂ.
അങ്ങനെ 10 കൊല്ലം ഖിദ്മത്തെടുത്തു. രാത്രിയും ഖിദ്മത്തെടുത്തിട്ടുണ്ട്, പകലും ഖിദ്മത്തെടുത്തിട്ടുണ്ട്, യാത്രയിലും ഖിദ്മത്തെടുത്തിട്ടുണ്ട്. തങ്ങൾ ഉറങ്ങുമ്പോൾ തങ്ങളുടെ പരിസരത്ത് തന്നെ ഉണർവ് വരെ കാവല് നിന്നിട്ടുണ്ട്. ഒരുപാട് രംഗങ്ങളിൽ അനസ് റളിയല്ലാഹു അൻഹു വലിയ സന്തോഷത്തോടെ മുത്തുനബി തങ്ങളോടൊപ്പം കൂടിയിട്ടുണ്ട്. നാളെ ആഖിറത്തിൽ തങ്ങളെ കാണാൻ ഞാൻ എവിടെയാ വരേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. 10 കൊല്ലം ഖിദ്മത്തെടുത്ത അനസ് റളിയല്ലാഹു അൻഹുവോട്, അനസേ, നാളെ ആഖിറത്തിൽ ഒന്നുകിൽ ഹൗലിന്റെ സവിധത്തിൽ എന്നെ അന്വേഷിക്കണം, അവിടെ കണ്ടില്ലെങ്കിലോ ജനങ്ങളുടെ മുഅ്മിനീങ്ങളുടെ മീസാന് തൂക്കുന്നിടത്ത് എന്നെ വന്നു നോക്കണം, അവിടെയും വന്നിട്ട് കണ്ടില്ലെങ്കിലോ സിറാത്തിന്റെ അടുത്ത് വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാകും. തെരഞ്ഞു ബുദ്ധിമുട്ടാകണ്ട, നിങ്ങൾ എവിടെയും വന്നോളൂ, നിങ്ങൾക്ക് പെർമിറ്റ് ഉണ്ടാകും, കാരണം നിങ്ങൾ എന്റെ ഖാദിമല്ലേ. ആ അനസ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ഇടക്കിടക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരാറുണ്ട്, വിശ്രമിക്കാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. ഒരു ദിവസം ഭക്ഷണം കഴിച്ച് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മോനെ തങ്ങളെ ഖാദിമാണല്ലോ നബിയേ, അതെനിക്ക് അല്ലാഹു തന്നൊരു പ്രത്യേകതയാണ്, എന്റെ മോന് വേണ്ടി നിങ്ങളൊന്ന് ദുആർക്കണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് ദുആർന്നു, അല്ലാഹുമ്മ അക്സിർ മാലഹു, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു. റബ്ബേ, ധാരാളം സമ്പത്ത് കൊടുക്കണം, ധാരാളം സന്താനങ്ങളെ കൊടുക്കണം. സമ്പത്ത് ധാരാളം കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആമീന്ന് പറയും, സന്താനങ്ങളെ ധാരാളം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആലോചിക്കട്ടെ ഉസ്താദ്, ആമീൻ പറയാൻ ഒന്ന് ആലോചിക്കട്ടെ. ഇപ്പൊ തന്നെ 3-4 നിങ്ങൾക്ക് അതിന്റെ കഷ്ടപ്പാടെന്ന് അറിയാം, നിങ്ങൾക്ക് ഇങ്ങനെ ദ്വാരനാ മതി എന്ന് പറയും പലരും. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, 3 എനിക്ക് ദുആ ചെയ്ത് 2 ഞാൻ അനുഭവിച്ചു. എനിക്ക് കിട്ടി 2. ഒന്ന് അധികം സന്താനങ്ങൾ, മറ്റൊന്ന് അധിക സമ്പത്ത്. എല്ലാ സമയത്തും അനസ് റളിയല്ലാഹുവിന്റെ തോട്ടത്തിൽ കാരക്ക കായ്ക്കും, എപ്പോഴും പറിക്കാനുണ്ടാകും. കാരക്ക അങ്ങനത്തെ ഒരു സംഗതിയല്ല, കാരക്കൊരു സീസൺ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അടക്ക പോലെയാണ്, എപ്പോഴും ഉണ്ടാവില്ല കാരക്ക. ചൂടുകാലത്താണ് അത് അധികവും പറിക്കാനും കൊടുക്കാനൊക്കെ ഉണ്ടാകുക, തണുപ്പ് കാലത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ തോട്ടത്തിൽ എപ്പോഴും ഉണ്ടാവും. ജീവിതത്തിന് സമ്പത്തിന് ഒരു കുറവില്ല, ഇഷ്ടം പോലെ 100 മക്കളെ പോറ്റണമെങ്കിൽ എത്ര വേണം? ഒന്ന് 10 കണക്കൊന്ന് കുട്ടിയൊക്കെ 4 കണക്കൊന്ന് കൂട്ടി നോക്കി സഹോദരങ്ങളെ. ഇത് 100 ആളെ പോറ്റണ്ടേ? അതിന്റെ പുറമെ ബാക്കിയുള്ളവരുമില്ലേ? പിന്നെ കുറച്ചുകൂടി ഞാൻ പേരക്കുട്ടികളുമായിട്ടുണ്ടാവൂലേ? സുബ്ഹാനല്ലാഹ്. 3-ാമത്തത് എനിക്ക് പ്രതീക്ഷയുണ്ട്, വഅദ്ഖിൽഹുൽ ജന്ന, സ്വർഗ്ഗപ്രവേശനം കൊടുക്കണേ അല്ലാഹ് എന്നാണ് 3-ാമത്തെ ദുആ. അതാ ഖിദ്മത്ത് കൊണ്ട് കിട്ടിയതാണ്. ആയുഷ്കാലം നല്ലതിൽ ചെലവഴിച്ചാൽ പ്രായാധിക്യത്തിലും സന്തോഷിക്കാൻ വകുപ്പുണ്ടാകും, അമല് ചെയ്യാൻ തൗഫീഖ് ഉണ്ടാകും. യുവത്വത്തിൽ കളിക്കരുത്, യുവത്വത്തിൽ കാര്യത്തിൽ ഏർപ്പെടണം. ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ യുവത്വത്തിൽ മുതലാക്കുക. സുന്നത്തസ്കാരങ്ങൾ, ഖുർആനോത്ത്, സ്വലാത്ത്, ദിക്ർ, അതൊക്കെ ആ യുവത്വ സമയത്ത് ഇങ്ങോട്ട് നിറക്കണം. എന്നാ പിന്നെ ആരോഗ്യത്തിന് ക്ഷീണമൊന്നും സംഭവിക്കാതെ നല്ല റാഹത്തോടെ ബാക്കിയുള്ള സമയത്ത് ചെയ്യാൻ പറ്റും. തൗഫീഖ് അല്ലാഹു തആല നിറഞ്ഞ സന്തോഷത്തോടെ ചെയ്യാൻ. ഇനി ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് കൂട്ടിക്കോളും, ആവലാതിപ്പെടേണ്ടതില്ല. കണക്കനുസരിച്ച് അല്ലാഹു തആല റെക്കോർഡിൽ ചെയ്തു. ആരോഗ്യ സമയത്ത് ഇഷ്ടം പോലെ ഖുർആൻ ഓതിയ ആളാണ്, പക്ഷെ 70-75 ആയപ്പോ അയാൾ എന്തൊരു പരിക്ക് പറ്റിയിട്ട് ഓതാൻ കഴിയുന്നില്ല, കണ്ണിനോ മറ്റോ വിഷമായി പോയി. ആരോഗ്യ സമയത്ത് ഓതിയതിന്റെ കണക്കനുസരിച്ച് അനാരോഗ്യ സമയത്ത് അയാളെ അക്കൗണ്ടിൽ അല്ലാഹു എഴുതി വെക്കാൻ മലക്കുകളോട് പറയും. ആരോഗ്യ സമയത്ത് നിന്ന് നിസ്കരിച്ചിരുന്ന ആളാണ്, അനാരോഗ്യ സമയത്ത് ഇപ്പൊ അതിന് കഴിയുന്നില്ല, വിഷമിക്കണ്ട. ആരോഗ്യ സമയത്ത് കൂത്താടി നടന്ന ആളെ പറ്റിയല്ല ഞാൻ പറയുന്നത്, അശ്രദ്ധനായി നടന്ന ആളെ പറ്റിയല്ല ഞാൻ പറയുന്നത്, തോന്നിയതുപോലെ ജീവിച്ച ആളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ആരോഗ്യ സമയത്ത് നന്നായി ആരാധനകളെ കൊണ്ട് ധന്യമായ ആളാണോ, അനാരോഗ്യ സമയത്ത് കുതിബത് ലഹു മാ കാന യഅമലു ഫീ സിഹ്ഹതിഹി, ആരോഗ്യ സമയത്ത് ചെയ്ത അമല് പോലെ അനാരോഗ്യ സമയത്തും കണക്കാക്കപ്പെടുന്നു. ഒരു കുറവുണ്ടാവില്ല.
ആരോഗ്യമുള്ള സമയത്ത് നന്നായി ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ ചെറിയ ക്ഷീണം കൊണ്ട് കഴിയുന്നില്ല. ബാക്കി അല്ലാഹു തആല കൊടുക്കും. ഇപ്പൊ നിന്നുസ്കരിച്ചാൽ കഴിയില്ല, ഇരുന്ന് പക്ഷെ നിന്നുസ്കരിച്ചിട്ടുണ്ട്. കഴിയുന്ന കാലത്തോളം നിന്നുസ്കരിച്ചിട്ടുണ്ട്. താങ്ങിയിട്ടും ചാരിയിട്ടും ഒക്കെ നിസ്കരിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിനൊട്ടും കഴിയുന്നില്ല, അത്രയും ക്ഷീണമായിട്ടുണ്ട്. ഇപ്പൊ ഇരുന്നാണ് നിസ്കരിക്കുന്നെങ്കിലും പ്രതിഫലം ഇരുന്നിട്ടുള്ള ഏതാണ്ടാകുക, നിന്നതിൻ്റെതാണ് എഴുതുക. ആരോഗ്യമുള്ള സമയത്ത് നല്ലോണം നോക്കിയിട്ട് ഒരുപാട് ഖുർആൻ ഓതിയിട്ടുണ്ട്, ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. ഇപ്പൊ കഴിയുന്നില്ല, വല്ലാത്ത അനാരോഗ്യത്തിലാണ് ആളുള്ളത്. ബുദ്ധിക്കൊക്കെ ചെറിയൊരു കുറവൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ മനുഷ്യൻ ആരോഗ്യകാലത്ത് സമ്പാദ്യമുള്ള ആളല്ലേ. ഇപ്പൊ ഈ കടന്നിട്ട് ചെയ്യാത്തതിന്റെ പേരിൽ വിലപിക്കേണ്ടതില്ല. ആരോഗ്യ സമയത്ത് ചെയ്തതിന്റെ കണക്കനുസരിച്ച് ഇപ്പോഴും അയാളെ അക്കൗണ്ടിൽ മലക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ പൂതി വെച്ചാൽ പോരാ, ആരോഗ്യമുള്ള സമയം എന്തിനൊക്കെ ചെലവഴിച്ച് ആലോചിക്കണം. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് യഗ്തനിം ഖംസൻ ഖബല ഖംസിൻ, 5 വരുന്നതിന് മുമ്പ് 5 സമ്പാദിക്കാതിരിക്കുക. 5 കാര്യം വരുന്നതിന് മുമ്പ് 5 സമ്പാദിക്കണം. 1 ശബാബക ഖബല ഹറമിക, യുവത്വം നീ സമ്പാദിക്കണം വാർദ്ധക്യമെത്തുന്നതിന്റെ മുമ്പ്. 15 മുതൽ 40 വരെയുള്ള നല്ല ചുറുചുറുക്കുള്ള കാലം, നല്ല ആരോഗ്യമുള്ള കാലം, നിനക്ക് സമ്പാദ്യം നീ വർദ്ധിപ്പിക്കണം. ജീവിക്കാനുള്ള സമ്പാദ്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതതിന്റെ മുമ്പും നടക്കാം ശേഷവും നടക്കാം. ആഖിറത്തിലേക്കുള്ള സമ്പാദ്യം ഭക്ഷണം യുവത്വത്തിൽ വാർദ്ധക്യമെത്തുന്നതിന് മുമ്പ് നീ സമ്പാദിക്കണം. വസിഹതക, രണ്ടാമത്തത് ഖബല സഖമിക, രോഗം വരുന്നതിന്റെ മുമ്പ് ആരോഗ്യം സമ്പാദിക്കണേ. അപ്പോഴൊക്കെ ഉസ്താദുമാര് പറയും, ആരോഗ്യമുള്ള കാലത്ത് ഉസ്താദെ 5 വക്തിനും പ്രത്യേകിച്ച് സുബൈക്കൊക്കെ ജമാഅത്തിന് ആവശ്യത്തോടെ വന്നിരുന്ന ആളാണ്. ഇപ്പൊ അനാരോഗ്യം കൊണ്ട് വരാൻ കഴിയുന്നില്ല. അതൊരു സർട്ടിഫിക്കറ്റ് ആണ്. ആ വാക്ക് ആരോഗ്യമുള്ള സമയത്ത് മൂപ്പരവിടെ കാണേണ്ടിയിരുന്നു. നിങ്ങൾ ഈ നാട്ടില് ദീനിന്റെ ഹൈറായ പ്രവർത്തനങ്ങളിൽ എല്ലാ രംഗങ്ങളിലും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ ചെറിയൊരു ക്ഷീണം പറ്റിയിട്ട് അങ്ങനെ വരാൻ കഴിയാത്തൊരു വിഷമാണ്. നഷ്ടല്ല, ആ ആരോഗ്യം മുതലാ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ മജ്‌ലിസിലുണ്ട്. യുവത്വം വെറുതെ കളയണ്ട. യുവത്വം വെറുതെ എല്ലാവരും കളി തമാശയിലും രസത്തിലൊക്കെ ഇങ്ങനെ ആർത്തുല്ലസിക്കും പോലെ ഉല്ലസിച്ച് തീർക്കണ്ട. സമയം ഇങ്ങനെ കൊല്ല് തീർക്കണ്ട. മുതലാക്കണം. നമ്മളൊക്കെ പോയി ചേരാനുള്ള ഒരു മാർഗം അവിടെ എത്തുമ്പോ നിറഞ്ഞ സമ്പാദ്യവുമായി വന്ന ആളുകളുടെ മുന്നിൽ നാണിച്ചു നിൽക്കരുത്. 33-ാമത്തെ വയസ്സിൽ ഷഹീദായ മഹാനാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മൂത്തത്തിന്റെ രണഭൂമിയിൽ ചെറുപ്പക്കാരനായ യുവാവായ ജഅഫർ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ട് അള്ളാന്റെ ദീനിന് വേണ്ടി 80 ചില്ലാനം കുത്തുകൾ കൊണ്ട് യുവാക്കളെ മുൻനിരയിലായി ആഖിറത്തിൽ നിൽക്കുമ്പോ ഒരൊറ്റ വെട്ടും കുത്തും കൊള്ളാതെ നല്ല സമാധാനമുള്ള അന്തരീക്ഷത്തിൽ ജീവിച്ചിട്ട് നിസ്കാരം പോലും തികഞ്ഞ രൂപത്തിലില്ലാതെ ആഖിറത്തിൽ നമ്മൾ എത്തുമ്പോ ആ മഹാനുഭാവന്റെ മുന്നിൽ നിന്നുകൊണ്ട് കൈകടിക്കേണ്ട അവസ്ഥ വരരുത്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജഅഫറുനില്ലദീ യുംസി വയുദ്ഹി യതീറു മഅൽ മലായികതി ബിനു ഉമ്മി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയുടെ മകൻ ജഅഫർ റളിയല്ലാഹു അൻഹു മൂത്തത്തിൽ ഷഹീദായപ്പോ 2 കൈകളും ശത്രുക്കൾ മുറിച്ചു മാറ്റിയപ്പോ തങ്ങൾ പറഞ്ഞു, ഇന്നീ റഅയ്തു ജഅഫറ, ജഅഫർ തങ്ങളെ സ്വർഗ്ഗത്തിൽ വെച്ച് ഞാൻ കണ്ടു. യതീറു മഅൽ മലായിക, മലക്കുകളോടൊപ്പം പാറി നടക്കുന്നത് കണ്ടു. ലഹു ജനഹാനി ഖദറാവാൻ, 2 കൈകളുടെ സ്ഥാനത്ത് അല്ലാഹു 2 ചിറകുകൾ നൽകിയിട്ടുണ്ട്. പച്ച നിറത്തിലുള്ള ചിറകും വെച്ച് സ്വർഗത്തിലൂടെ ഉല്ലസിച്ച് പാറി നടക്കുന്നു. യുവാക്കളെ, 33 വയസ്സുള്ള ജഅഫർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശരീരം സമർപ്പിക്കുമ്പോ 4 മക്കളും യതീമുകളാ.
ചെറിയ പ്രായക്കാരാണ്. അവരെ ഏറ്റെടുത്ത് വളർത്തിയത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളൊന്നും ആ വീട്ടിലേക്ക് പോകും, ഈ ചെറിയ മക്കളെ മടിയിലിരുത്തിയിട്ട് തങ്ങളങ്ങനെ ലാളിക്കും. ആ മക്കള് ചോദിക്കും, ഞങ്ങളെ ഉപ്പ എന്നാണ് വരിക, ഞങ്ങളെ ഉപ്പ എന്നാണ് വരിക. കുട്ടികൾക്കറിയില്ലല്ലോ ഉപ്പ ഷഹീദായതാണെന്ന്. ആ മക്കളെ തലയിൽ ഇങ്ങനെ കൈകൊണ്ട് തലോടിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി സന്തോഷങ്ങൾ പറയും, അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടംപോലെ സംഭാവനകൾ കൊണ്ടുപോയി കൊടുക്കും. ആ 33-ാമത്തെ വയസ്സിൽ 40 തികയാതെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കഷ്ടപ്പെട്ട ജാഫർ തങ്ങൾ ആഖിറത്തിൽ വരുമ്പോ യാതൊരു കഷ്ടപ്പാടും ദീനിന് വേണ്ടി അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. നമുക്ക് കുത്തുകൊള്ളേണ്ടി വന്നിട്ടില്ല, അടികൊള്ളേണ്ടി വന്നിട്ടില്ല, തെറി കേൾക്കേണ്ടി വന്നിട്ടില്ല, ഉറങ്ങാൻ പറ്റാത്ത നേരം വന്നിട്ടില്ല. പക്ഷേ യുവത്വത്തിന്റെ പ്രസരിപ്പ് സ്വന്തം ശരീരത്തിന്റെ ദേഹേച്ഛയ്ക്ക് മാത്രം ഉപയോഗപ്പെടുത്തിയിട്ട് ആഖിറത്തിന്റെ സമ്പാദ്യമില്ലാതെ പൂജ്യമായി വന്നാൽ നമ്മുടെ യുവത്വത്തെ പറ്റി നമ്മൾ വിലപിക്കാനല്ലേ പറ്റൂ, സന്തോഷിക്കാൻ കഴിയില്ലല്ലോ. സുഖത്തോടെ ജീവിച്ചിരുന്ന മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു നല്ല ചെറുപ്പക്കാരനാണ്. മുത്തുനബി തങ്ങളെ വിശ്വസിച്ചതിന്റെ പേരിൽ പണക്കാരനായ ബാപ്പ ഉമൈർ പറഞ്ഞു, ഒരു വാഹനം കൊണ്ടുപോകാൻ പറ്റൂല, ഒരു വസ്ത്രം ഇവിടെ നിന്ന് എടുക്കാൻ പറ്റൂല, ഒരു ചെരുപ്പും കൊണ്ടുപോകാൻ പറ്റൂല. ധരിച്ച ഒരു കൂട്ടം വസ്ത്രം മാത്രമായി മദീനയിലേക്ക് പലായനം ചെയ്ത മുസ്അബ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ നിസ്കരിക്കാൻ വന്നിരുന്നത് വസ്ത്രമില്ലാത്തതിന്റെ പേരിൽ ആടിന്റെ തോലണിഞ്ഞിട്ടാ. നമുക്ക് ഇത്തരത്തിലൊരു വിഷമം അല്ല ദുനിയാവിൽ തന്നിട്ടുണ്ടോ? ഒന്ന് ആലോചിക്കണം. എത്രമാത്രം സുഖങ്ങൾ അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മുടെ യൗവനം കളിയിലും തമാശയിലും ഹോബിയിലും വിനോദങ്ങളിലും രസങ്ങളിലും സുഖങ്ങളിലും മാത്രമാണ്. കാര്യത്തിലേക്ക് ഉണർന്നിട്ടില്ല. നല്ലോണം ആലോചിക്കേണ്ടതുണ്ട്. ഉമ്മമാരെ നല്ലോണം ചിന്തിക്കേണ്ടതുണ്ട്. യുവത്വകാലത്ത്, യുവത്വത്തിന്റെ ആരംഭത്തിൽ, പ്രസരിപ്പിന്റെ നേരത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയിട്ട് നല്ല ചുറുചുറുക്കോടെ ജീവിച്ച സയ്യിദത്തുനാ ആയിഷത്തും സുഹ്റാ റളിയല്ലാഹു അൻഹാ തങ്ങൾ വഫാത്താകുമ്പോ 18 വയസ്സാണ്. ശേഷം ഒരു 40 വർഷക്കാലം നീണ്ട ജീവിതം ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ആ യുവത്വം പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ ചെലവാക്കിയത് ആഖിറത്തിലേക്കുള്ള സമ്പാദ്യത്തിന് വേണ്ടിയാ, അടിച്ചു പൊളിക്കാനല്ല, സുഖിച്ച് നടക്കാനല്ല, ചെറുപ്പക്കാരികളുടെ കൂടെ തുള്ളാനല്ല. ആരെങ്കിലും എവിടേക്കെങ്കിലും ഇറങ്ങി പുറപ്പെടുമ്പോ ആ സംഘത്തോടൊപ്പം യാത്ര നടത്തിയിട്ട് ഉല്ലസിക്കാനല്ല. ഇന്നിന്റെ യുവതീ യുവാക്കളോട് പറയട്ടെ, ഹറാമായ നിലക്കുള്ള സമ്മിശ്രമായ യാത്രകൾ ഒരുപാട് തുടരുന്നുണ്ട്. സ്കൂൾ വെക്കേഷനുകൾ വരുമ്പോ പ്രായപൂർത്തിയെത്തിയായ ആണും പെണ്ണും ഉപ്പമാരിൽ നിന്ന് പണം വാങ്ങിയിട്ട് സ്റ്റഡി ടൂർ എന്ന പേരില് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് പോയിട്ട് അനാവശ്യങ്ങളുടെ പരമ്പരകൾ സൃഷ്ടിച്ച് മടങ്ങി വരുമ്പോ അവരെ നിസ്കാരമില്ല, പോകട്ടെ ചാരിത്ര ശുദ്ധി പോലുമില്ല. നമുക്കതൊരു വിഷയമല്ലാതെ തോന്നുന്നുണ്ടോ? നമുക്ക് അള്ളാഹു കാശ് തന്നതല്ലെന്ന ഭാവമുണ്ടോ? അവരുടെ യുവത്വത്തിന് നമ്മൾ കത്തിവെക്കരുത്. അതിന്റെ സന്തോഷമുള്ള ഭാഗങ്ങൾ നമ്മൾ കീറിപ്പറിച്ചു കളയരുത്. രോഗം വരുന്നതിന്റെ മുമ്പ് ആരോഗ്യകാലം നീ സമ്പാദിക്കണം, ആഖിറത്തിലേക്ക് വേണ്ടി സമ്പാദിക്കണം. ഒന്നും കയ്യിലില്ലാത്ത ദാരിദ്ര്യാവസ്ഥ വരുന്നതിന്റെ മുമ്പ് ഐശ്വര്യം നീ സമ്പാദിക്കണം. ഐശ്വര്യമുള്ള കാലത്ത് നിർബന്ധങ്ങളൊക്കെ നീ ചെയ്തു തീർക്കണം. ഹജ്ജാകട്ടെ, ഉംറയാകട്ടെ, വ്യക്തിബാധ്യതകളായിട്ട് ധാരാളമില്ലേ, ഓരോന്നും നീ ചെയ്തു തീർക്കണം. നിന്റെ സ്വന്തം കയ്യിൽ ഒന്നുമില്ലാത്ത കാലം വരാൻ നീ കാത്തിരിക്കരുത്. അപ്പോൾ പിന്നെ മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരും. അവര് തന്നില്ലെങ്കിലോ നിന്റെ ബാധ്യത തീർക്കാൻ കഴിയൂല. പക്ഷെ അതുകൊണ്ട് നീ
രക്ഷപ്പെടൂല. ഒരൈശ്വര്യമുള്ള കാലം അല്ലാഹു തന്നില്ലേ എന്നൊരു മറുചോദ്യം ഇപ്പുറത്തുണ്ട്. ഐശ്വര്യം സമ്പാദിക്കണം, ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ് അത് സമ്പാദിക്കണം. മൗത്തിന്റെ മുമ്പ് ജീവിതകാലം നീ സമ്പാദിക്കണം. തിരക്ക് വർദ്ധിക്കുന്നതിന്റെ മുമ്പ് ഫ്രീ കാലം കിട്ടുമ്പോ മുതലാക്കണം. ഭാര്യമാരും മക്കളും പേരമക്കളുമായിട്ട് നിറഞ്ഞ തിരക്ക് വരുന്നതിന്റെ മുമ്പ് ഫ്രീ ആയി കിട്ടുന്ന കാലമില്ലേ, ഇഷ്ടം പോലെ ആഖിറത്തിന് വേണ്ടി അമല് ചെയ്തു കൂട്ടണം, ഒരുപാട് സമ്പാദിക്കണം, നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്തണം. അങ്ങനെ ഒരുപാട് കാലം അല്ലാഹുവിന്റെ മാർഗത്തില് നല്ല ആയുസ്സോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു. നിങ്ങളിൽ ഏറ്റവും നല്ലവര് ദീർഘായുസ്സോടെ ജീവിച്ചവരാണ്. ദീർഘായുസ് കിട്ടിയെന്ന് മാത്രമല്ല, വഹസന അമലുഹു, കിട്ടിയ ആയുസ് മുഴുവനും നന്മ ചെയ്ത് ജീവിച്ചവരാണ്. വശർറുക്കും, നിങ്ങളിൽ ഏറ്റവും ദുഷിച്ചവര് മൻ ത്വാല ഉംറുഹു, കുറെ ആയുസ് കിട്ടിയിട്ടുണ്ട്, വസാ അമലുഹു, അവന്റെ അധ്വാനം മോശമാണ്, വേണ്ട കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല.